Hi students, this is the topic in module 5, mobile malware. Mobile malware is a malicious software specifically written to attack mobile devices such as smartphones, tablets and smartwatches. അപ്പോൾ മൊബൈൽ മാൽവെയർ എന്ന് പറയുമ്പോഴത്തേക്ക് മൊബൈൽ ഡിവൈസസ്, അതായത് സ്മാർട്ട് ഫോൺസ്, ടാബ്ലറ്റ്സ്, സ്മാർട്ട് വാച്ചസ് അതുപോലെയുള്ള മൊബൈൽ ഡിവൈസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയറിന് പറയുന്ന പേരാണ് മൊബൈൽ മാൽവെയർ. അപ്പം അങ്ങനെ ഈ മൊബൈൽ മാൽവെയർ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് പറയുന്ന പേര് സൈബർ ക്രിമിനൽസ് എന്നാണ്. അപ്പോൾ നമുക്കെല്ലാം കുറേ മാൽവെയർ അറ്റാക്സ്, മൊബൈൽ മാൽവെയർ അറ്റാക്സ് നമുക്ക് ഫെമിലിയർ ആണ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മോസ്റ്റ് കോമൺ ആയിട്ട് ഉള്ള ഒരു മൊബൈൽ മാൽവെയർ അറ്റാക്കിന് എക്സാമ്പിളാണ് വൈറസ്, വേംസ്, മൊബൈൽ ബോട്ട്സ്, മൊബൈൽ ഫിഷിംഗ് അറ്റാക്സ്, റാൻസം വെയർ. നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ റാൻസം വെയർ വൈറസിനെ പറ്റിയിട്ട് നമ്മൾ മീഡിയാസിലൊക്കെ കേട്ടതാണ്. സ്പൈവെയർ, ട്രോജൻസ്. അപ്പോൾ ഇതൊക്കെ മൊബൈൽ മാൽവെയർ അറ്റാക്കുകൾക്ക് എക്സാമ്പിളാണ്. അപ്പോൾ മൊബൈൽ മാൽവെയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മൊബൈൽ ഡിവൈസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന പേരാണ് മൊബൈൽ മാൽവെയർ. അപ്പോൾ അതൊരു ചെറിയ ഒരു ടോപ്പിക്കാണ്. 4 മാർക്സിന് ഒക്കെ വേണമെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും മൊബൈൽ മാൽവെയർ. ദെൻ ഇതിനകത്തിൽ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ബ്ലൂടൂത്ത് സെക്യൂരിറ്റി. ബ്ലൂടൂത്ത് നമുക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്. നിങ്ങളത് ബ്ലൂടൂത്ത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഫയലും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പം ബ്ലൂടൂത്ത് ഈസ് ബോത്ത് എ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആൻഡ് എ പ്രോട്ടോകോൾ സ്റ്റാക്ക്. അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ബ്ലൂടൂത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ, 2 ഡിവൈസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ് ബ്ലൂടൂത്ത്. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ്, ബ്ലൂടൂത്ത് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ 2 ഡിവൈസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 100, അതിൻ്റെ റേഞ്ചാണ് പറഞ്ഞേക്കുന്നത്. 10 മുതൽ 100 മീറ്റേഴ്സ് വരെയുള്ള റേഞ്ചിലുള്ള ഡിവൈസസ്, മാക്സിമം 100 മീറ്റർ വരെ നമുക്ക് ബ്ലൂടൂത്ത് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. 100 മീറ്ററിന് മുകളിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മാക്സിമം വരുന്ന ഡിസ്റ്റൻസ് 100 മീറ്ററാണ്. ബ്ലൂടൂത്തിൻ്റെ മറ്റ് പ്രത്യേകത, വൈഫൈയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ബ്ലൂടൂത്തിന് പവർ റിക്വയർമെൻറ്റ്സ് കുറച്ച് മതി. വൈഫൈ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും വൈഫൈക്ക് വേണ്ടുന്ന അത്രയും പവർ റിക്വയർമെൻറ്റ് ബ്ലൂടൂത്തിന് വേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്ലൂടൂത്തിൻ്റെ ട്രാൻസ്മിഷൻ സ്പീഡ് ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു 5 Mbps. അപ്പോൾ അതിൻ്റെ ട്രാൻസ്മിഷൻ സ്പീഡ് 5 Mbps ഉള്ളൂ. അപ്പോൾ ഇതാണ് ബ്ലൂടൂത്തിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. ദെൻ ബ്ലൂടൂത്തിൽ നമ്മൾ എങ്ങനെയാണ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട്, ഇപ്പം നമ്മുടെ ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് നമ്മൾ ഓൺ ചെയ്യുമ്പോഴത്തേക്ക്, ഇപ്പം നമുക്ക് നമ്മുടെ ഡിവൈസിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് ഡിവൈസസ്, ഡിസ്കവറബിൾ മോഡിലുള്ള ബ്ലൂടൂത്ത് ഡിവൈസസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ഡിവൈസിൽ നിന്ന് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു റിക്വസ്റ്റിന് പറയുന്ന പേരാണ് ഇൻക്വയറി പ്രൊസീജിയർ. അപ്പോൾ ഇൻക്വയറി പ്രൊസീജിയർ എന്ന് പറഞ്ഞ റിക്വസ്റ്റ് നമ്മുടെ ഡിവൈസിന് നിയറസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് എനേബിൾഡ് ഡിസ്കവറബിൾ മോഡിൽ ഇരിക്കുന്ന ബ്ലൂടൂത്ത് ഡിവൈസസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു റിക്വസ്റ്റാണ്, നമ്മുടെ ഡിവൈസിൽ നിന്ന് കൊടുക്കുന്ന ഒരു റിക്വസ്റ്റാണ് ഇൻക്വയറി പ്രൊസീജിയർ. അപ്പം ഈ ഇൻക്വയറി പ്രൊസീജിയർ മറ്റ് ഡിവൈസിന് കിട്ടുമ്പോഴത്തേക്ക്, ആ ബ്ലൂടൂത്തിൻ്റെ റേഞ്ചിലുള്ള മറ്റ് ഡിവൈസിന് കിട്ടുമ്പോഴത്തേക്ക് ആ ഡിവൈസുകൾ അതിൻ്റെ ബ്ലൂടൂത്ത് അഡ്രസ്സ്, BDADDR എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് ഡിവൈസ് അഡ്രസ്സ്, ആ ഡിവൈസിൻ്റെ ബ്ലൂടൂത്ത് ഡിവൈസ് അഡ്രസ്സ് വെച്ചിട്ട് റിപ്ലൈ ചെയ്യും. ഈ ബ്ലൂടൂത്ത് ഡിവൈസ് അഡ്രസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 48 ബിറ്റ് മാക് അഡ്രസ്സാണ്. ആ 48 ബിറ്റ് മാക് അഡ്രസ്സിൻ്റെ ഫസ്റ്റ് 24 ബിറ്റ് ആ ഡിവൈസിൻ്റെ മാനുഫാക്ചറിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അടുത്ത ലാസ്റ്റ് 24 ബിറ്റ് ആ ഡിവൈസിൻ്റെ മോഡലിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആ 48 ബിറ്റ് മാക് അഡ്രസ്സ്. അപ്പോൾ ബ്ലൂടൂത്ത് ഡിവൈസ് അഡ്രസ്സ് ഒരു
48 ബിറ്റ് മാക് അഡ്രസ്സാണ്. ഫസ്റ്റ് 24 ബിറ്റ് മാനുഫാക്ചറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, ലാസ്റ്റ് 24 ബിറ്റ് ആ ഡിവൈസിൻ്റെ മോഡലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. ദെൻ ഇപ്പോൾ നമുക്ക് ഒരു ഡിവൈസ്, ഇപ്പം നമ്മുടെ എ എന്ന് പറഞ്ഞ നമ്മുടെ ഡിവൈസ് ബിയുമായിട്ട് കണക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബിയുടെ ബ്ലൂടൂത്ത് ഡിവൈസ് അഡ്രസ്സ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എയും ബിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഡേറ്റാസ്, ഫയൽസൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എയും ബിയുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയും ബിയും തമ്മിൽ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് OBEX, ഒബ്ജക്റ്റ് എക്സ്ചേഞ്ച് പ്രോട്ടോക്കോൾ. ഇപ്പോൾ എയും ബിയുമായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യണം. ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ്, ബ്ലൂടൂത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് OBEX, ഒബ്ജക്റ്റ് എക്സ്ചേഞ്ച് പ്രോട്ടോക്കോൾ. ഇതാണ് OBEX. ദെൻ എങ്ങനെയാണ് നമ്മളിവിടെ ബ്ലൂടൂത്തിൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്? അപ്പോൾ ബ്ലൂടൂത്തിൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ലിങ്ക് ലെവൽ സെക്യൂരിറ്റി എന്നാണ് പറയുന്നത്. ബ്ലൂടൂത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന സെക്യൂരിറ്റി ലിങ്ക് ലെവൽ സെക്യൂരിറ്റിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ലിങ്ക് ലെവൽ സെക്യൂരിറ്റി എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു ലിങ്ക് കീ കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പോൾ എ എന്ന് പറഞ്ഞ ഡിവൈസ്, ബി എന്ന് പറഞ്ഞ ഡിവൈസ്, ആ രണ്ട് ഡിവൈസ് തമ്മിൽ ബ്ലൂടൂത്ത് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ലിങ്ക് കീ വെച്ചിട്ടായിരിക്കും. ഇനി എങ്ങനെയാണ് ആ ലിങ്ക് കീ കണ്ടുപിടിക്കുന്നത്? ലിങ്ക് കീ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ആ ഫിഗറിനകത്ത് ഇവിടെ എ എന്ന് പറഞ്ഞ ഡിവൈസ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ ഡിവൈസ് ഉണ്ട്. ഫസ്റ്റിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എ എന്ന് പറഞ്ഞ ഡിവൈസ് ഒരു റാൻഡം നമ്പർ INRAND, ഒരു റാൻഡം നമ്പറിനെ ജനറേറ്റ് ചെയ്യുന്നു. ഈ റാൻഡം നമ്പർ വെച്ചിട്ട് ഈ റാൻഡം നമ്പറും അതുകൊണ്ട് തന്നെ ഈ ബിയുടെ അഡ്രസ്സ്, ഈ BDADDR(B) എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബി എന്ന് പറഞ്ഞ ഡിവൈസിൻ്റെ ബ്ലൂടൂത്ത് ഡിവൈസ് അഡ്രസ്സാണ് BDADDR(B). അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഡിവൈസിനും അറിയാവുന്ന ഒരു നമ്പറാണ് ഈ പിൻ നമ്പർ. രണ്ട് ഡിവൈസിനും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു നമ്പറാണ് പിൻ നമ്പർ. ഈ പിൻ നമ്പറും ഈ റാൻഡം നമ്പറും, ഇൻപുട്ട് റാൻഡം നമ്പറും ബിയുടെ ബ്ലൂടൂത്ത് ഡിവൈസ് അഡ്രസ്സും ഈ E22 എന്ന് പറഞ്ഞ ഒരു അൽഗോരിതത്തിലോട്ട് ഇൻപുട്ട് ചെയ്യും. ആ അൽഗോരിതത്തിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കീ ആണ് KINIT. അപ്പോൾ ഈ എ എന്ന് പറഞ്ഞ ഡിവൈസ് ഇങ്ങനെയാണ് ഈ KINIT എന്ന് പറഞ്ഞ കീ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബി എന്ന് പറഞ്ഞ ഡിവൈസും ഈ സെയിം അൽഗോരിതം വെച്ചുകൊണ്ട്, ഈ സെയിം ഇൻപുട്ട് വെച്ചുകൊണ്ട് അതും ഈ KINIT കണ്ടുപിടിക്കുന്നു. അതായത് ഇൻപുട്ട് എന്തൊക്കെയാണ്? ഇവിടെ യൂസ് ചെയ്യുന്ന അൽഗോരിതം E22 ആണ്. ഇൻപുട്ട് റാൻഡം നമ്പർ, ഇൻപുട്ട് എന്തൊക്കെയാണ് അൽഗോരിതത്തിൻ്റെ? ഇൻപുട്ട് റാൻഡം നമ്പർ, ഇവിടെ യൂസ് ചെയ്ത ഇൻപുട്ട് റാൻഡം നമ്പർ. ദെൻ ഈ ബ്ലൂടൂത്ത് ഡിവൈസ് അഡ്രസ്സ്, ബിയുടെ ബ്ലൂടൂത്ത് ഡിവൈസ് അഡ്രസ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പിൻ നമ്പർ. ഈ സെയിം ഇൻപുട്ട് തന്നെ, നേരത്തെ എ കമ്പ്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്ത സെയിം ഇൻപുട്ടും സെയിം അൽഗോരിതമാണ് ബിയും യൂസ് ചെയ്യുന്നത്. അപ്പം ഈ KINIT ഇവിടെയും കിട്ടും. അപ്പോൾ ഇവിടെ കിട്ടിയ KINITും ഇവിടെ കിട്ടിയ KINITും സെയിം ആയിരിക്കും. കാരണം ഇൻപുട്ടും സെയിം ആണ്, അൽഗോരിതം സെയിം ആണ്. അപ്പം ഈ KINITും സെയിം ആയിരിക്കും. അപ്പം എങ്ങനെയാണ് രണ്ട് ഡിവൈസും, എ എന്ന് പറഞ്ഞ ഡിവൈസും ബി എന്ന് പറഞ്ഞ ഡിവൈസും ഈ KINIT എന്ന് പറഞ്ഞ കീ, ഇനിഷ്യലൈസേഷൻ കീ. KINIT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യലൈസേഷൻ കീ ആണ്, ഇനിഷ്യലൈസേഷൻ കീ കണ്ടുപിടിക്കുന്നത്. ദെൻ ഈ ഇനിഷ്യലൈസേഷൻ കീ വെച്ചിട്ടാണ് ലിങ്ക് കീ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ലിങ്ക് കീ ക്രിയേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ലിങ്ക് കീ വെച്ചിട്ടാണ് ഈ ബ്ലൂടൂത്തിൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് രണ്ട് ഡിവൈസ് എയും ബിയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴുള്ള ഡേറ്റാസും ഫയൽസും എല്ലാം എൻക്രിപ്റ്റ് ചെയ്യുന്നത് ഈ ലിങ്ക് കീ വെച്ചിട്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ലിങ്ക് കീ കണ്ടുപിടിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ലിങ്ക് കീ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇനിഷ്യലൈസേഷൻ കീ കണ്ടുപിടിക്കുന്നു. ദെൻ ഈ ഇനിഷ്യലൈസേഷൻ കീ വെച്ചിട്ടാണ് ലിങ്ക് കീ കണ്ടുപിടിക്കുന്നത്. ഇനി എങ്ങനെയാണ് ലിങ്ക് കീ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഇവിടെ വീണ്ടും ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്. ഈ എ എന്ന് പറഞ്ഞ ഡിവൈസ്
ഒരു റാൻഡം നമ്പറിനെ ജനറേറ്റ് ചെയ്യുന്നു LK റാൻഡം ഓഫ് A. ബി എന്ന് പറഞ്ഞ ഡിവൈസും ഒരു റാൻഡം നമ്പറിനെ ജനറേറ്റ് ചെയ്യുന്നു LK റാൻഡം ഓഫ് B. ദെൻ പിന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ K യൂണിറ്റ് എയും ബിയും ഒരു K യൂണിറ്റ് കണ്ടുപിടിച്ച് വെച്ചേ പോകണ്ട, രണ്ടും സെയിം ആണ്. ദെൻ ഇവിടെ ഈ K യൂണിറ്റും ഈ എ ജനറേറ്റ് ചെയ്ത റാൻഡം നമ്പറും കൂടി എക്സോർ ചെയ്യുന്നു. ഇവിടെ നിന്ന് കിട്ടിയ K യൂണിറ്റ് എ ജനറേറ്റ് ചെയ്ത റാൻഡം നമ്പറും കൂടി എക്സോർ ചെയ്യുന്നു. ആ ഔട്ട്പുട്ടിനെ ബിയുടെ സൈഡിലോട്ട് ഫോർവേഡ് ചെയ്യുന്നു. ബി എന്താ ചെയ്യുന്നത്? ബി ഇവിടെ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ വീണ്ടും K യൂണിറ്റുമായിട്ട് എക്സോർ ചെയ്യുന്നു. K യൂണിറ്റുമായിട്ട് എക്സോർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇവിടെ എ ജനറേറ്റ് ചെയ്ത റാൻഡം നമ്പറിനെ K യൂണിറ്റുമായിട്ട് എക്സോർ ചെയ്യുന്നു. ആ ഔട്ട്പുട്ടിനെ വീണ്ടും ഇവിടെ K യൂണിറ്റുമായിട്ട് എക്സോർ ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഫൈനൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇവിടുത്തെ റാൻഡം നമ്പർ ആയിരിക്കത്തില്ലയോ? കാരണം ഈ നമ്പറിനെ K യൂണിറ്റുമായിട്ട് എക്സോർ ചെയ്യുന്നു. ആ ഔട്ട്പുട്ടിനെ വീണ്ടും K യൂണിറ്റുമായിട്ട് എക്സോർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ നമ്പർ ആയിരിക്കും. അപ്പോൾ ഈ നമ്പർ ഇവിടെ വരും. ഈ ഇൻപുട്ടായിട്ട് ഈ നമ്പർ വരും. മനസ്സിലായോ? ആ സെയിം മെത്തേഡ് തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നു. ബി ജനറേറ്റ് ചെയ്യുന്ന റാൻഡം നമ്പർ ഇവിടെ പറഞ്ഞ് ഈ K യൂണിറ്റുമായിട്ട് എക്സോർ ചെയ്യുന്നു. ബി ജനറേറ്റ് ചെയ്ത റാൻഡം നമ്പർ K യൂണിറ്റുമായിട്ട് എക്സോർ ചെയ്യുന്നു. ആ ഔട്ട്പുട്ടിനെ ഇങ്ങോട്ട് എയിലോട്ട് ഫോർവേഡ് ചെയ്യും. എ എന്താ ചെയ്യുന്നത്? ഈ ഔട്ട്പുട്ടിനെ K യൂണിറ്റുമായിട്ട് വീണ്ടും എക്സോർ ചെയ്യും. അപ്പോൾ എന്താ കിട്ടുന്നത്? ഈ റാൻഡം നമ്പർ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഇൻപുട്ട് ഈ റാൻഡം നമ്പർ ആയിരിക്കും. ഈ റാൻഡം നമ്പറിനെ K യൂണിറ്റുമായിട്ട് എക്സോർ ചെയ്യുന്നു. ആ ഔട്ട്പുട്ടിനെ വീണ്ടും K യൂണിറ്റുമായിട്ട് എക്സോർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് ഈ റാൻഡം നമ്പർ ആയിരിക്കും. ദെൻ ഇനി എയുടെ സൈഡിൽ ചെയ്യുന്നത് ഇവിടെ കിട്ടിയ റാൻഡം നമ്പർ, ഇവിടെ രണ്ട് ഇൻപുട്ട് കാണാം. ഈ E21 രണ്ട് അൽഗോരിതംസ് കാണാം. E21 രണ്ടും സെയിം ആണ്. ഫസ്റ്റ് E21 ഇൻപുട്ട് എന്തൊക്കെയാണ്? ഇവിടെ ജനറേറ്റ് ചെയ്ത റാൻഡം നമ്പർ, ദെൻ BD ADDR ഓഫ് A, അതായത് ഈ A എന്ന് പറഞ്ഞ ഡിവൈസിൻ്റെ ബ്ലൂടൂത്ത് ഡിവൈസ് അഡ്രസ്സ്. അത് രണ്ടും E21 എന്ന് പറഞ്ഞ ഹാഷിംഗ് അൽഗോരിതത്തിലോട്ട് ഇൻപുട്ട് ചെയ്യും. അപ്പോൾ ഒരു ഔട്ട്പുട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ അടുത്ത E21 ഇൻപുട്ട് എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ഔട്ട്പുട്ട്, അതായത് ഈ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ റാൻഡം നമ്പർ ആയിരിക്കും. അതായത് ബിയുടെ റാൻഡം നമ്പർ, പിന്നെന്താണ്? ബിയുടെ ബ്ലൂടൂത്ത് ഡിവൈസ് അഡ്രസ്സ്, അതായിരിക്കും ഇതിൻ്റെ ഇൻപുട്ട്. അപ്പം 4 ഇൻപുട്ടുണ്ട് മൊത്തത്തിൽ. എ ജനറേറ്റ് ചെയ്ത റാൻഡം നമ്പർ, എയുടെ ബ്ലൂടൂത്ത് ഡിവൈസ് അഡ്രസ്സ്, ബി ജനറേറ്റ് ചെയ്ത റാൻഡം നമ്പർ, ബിയുടെ ബ്ലൂടൂത്ത് ഡിവൈസ് അഡ്രസ്സ്. അപ്പം ഇവിടെ ഔട്ട്പുട്ട് കിട്ടും, ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ആ രണ്ട് ഔട്ട്പുട്ടും കൂടി എക്സോർ ചെയ്യുമ്പോൾ ആണ് നമുക്ക് ഈ KAB കിട്ടുന്നത്. ഈ KABക്ക് പറയുന്ന പേരാണ് ലിങ്ക് കീ. അപ്പോൾ ഇവിടെയും സെയിം മെത്തേഡ് എങ്ങനെയാണ്? ഇവിടെയും 4 ഇൻപുട്ടുണ്ട്, 2 E21 ഹാഷിംഗ് അൽഗോരിതംസ് ഉണ്ട്. ഫസ്റ്റ് E21 ഇൻപുട്ട് എന്താണ്? ബ്ലൂടൂത്ത് ഡിവൈസ് അഡ്രസ് ഓഫ് എയുടെ ബ്ലൂടൂത്ത് ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എയുടെ റാൻഡം നമ്പർ, എ ജനറേറ്റ് ചെയ്ത റാൻഡം നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ. ദെൻ എയുടെ ബ്ലൂടൂത്ത് ഡിവൈസ് അഡ്രസ്സ്, ദെൻ ബിയുടെ റാൻഡം നമ്പർ, ബിയുടെ ബ്ലൂടൂത്ത് ഡിവൈസ് അഡ്രസ്സ്. അപ്പം 4 ഇൻപുട്ട് നേരത്തെ ഇവിടെ പറഞ്ഞ കണക്ക് തന്നെ സെയിം ഇൻപുട്ടാണ് ഇവിടെ. 2 E21 ഹാഷിംഗ് അൽഗോരിതംസ് ഉണ്ട്, 4 ഇൻപുട്ടുണ്ട്. ഫസ്റ്റ് ഇൻപുട്ട് എന്താണ്? ഫസ്റ്റ് ഇൻപുട്ട് ഇവിടെ എക്സോർ ചെയ്ത് 2 പ്രാവശ്യം എക്സോർ ചെയ്ത് കിട്ടുന്ന വാല്യൂ അതേതാണ്? റാൻഡം നമ്പർ ഓഫ് എ ജനറേറ്റ് ചെയ്ത റാൻഡം നമ്പർ, എയുടെ ബ്ലൂടൂത്ത് ഡിവൈസ് അഡ്രസ്സ്, ബിയുടെ റാൻഡം നമ്പർ, ബിയുടെ ബ്ലൂടൂത്ത് ഡിവൈസ് അഡ്രസ്സ്. ബ്ലൂടൂത്ത് ഡിവൈസ് അഡ്രസ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. ബ്ലൂടൂത്ത് ഡിവൈസ് അഡ്രസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ബ്ലൂടൂത്ത് എനേബിൾഡ് ഡിവൈസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അഡ്രസ്സാണ്
ബ്ലൂടൂത്ത് ഡിവൈസ് അഡ്രസ്സ് അതൊരു 48 ബിറ്റ് മാക് അഡ്രസ്സാണ്. അപ്പോൾ ഇവിടെയും രണ്ടിനും ഔട്ട്പുട്ട് കിട്ടും. രണ്ട് E21 ഹാഷ് അൽഗോരിതംസും ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. ആ ഔട്ട്പുട്ടിനെ വീണ്ടും എക്സോർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് KAB കിട്ടും. ഇത് രണ്ടും സെയിം ആണ്. ഈ KABയും ഈ KABയും രണ്ടും സെയിം ആണ്, കാരണം ഇൻപുട്ടെല്ലാം സെയിം ആണ്. ഇൻപുട്ടും ഹാഷിംഗ് അൽഗോരിതംസും എല്ലാം സെയിം ആണ്, രണ്ട് സൈഡിലും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ KABയും ഈ KABയും രണ്ടും സെയിം ആണ്. ലിങ്ക് കീ എന്നാണ് അതിന് പറയുന്നത്. ഈ ലിങ്ക് കീ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ബ്ലൂടൂത്ത് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴുള്ള ഡേറ്റാസ് എല്ലാം എൻക്രിപ്റ്റ് ചെയ്യുന്നത്. ഈ KAB വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ലിങ്ക് കീ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ലിങ്ക് കീ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ടുള്ള ഫിഗർ ഇതാണ്. ആദ്യം ഇനിഷ്യലൈസേഷൻ കീ കണ്ടുപിടിക്കുന്നു. രണ്ട് ഡിവൈസും ഇനിഷ്യലൈസേഷൻ കീ കണ്ടുപിടിക്കുന്നു. ആ ഇനിഷ്യലൈസേഷൻ കീ വെച്ചിട്ടാണ് ലിങ്ക് കീ കണ്ടുപിടിക്കുന്നത്. ഈ ലിങ്ക് കീ വെച്ചിട്ടായിരിക്കും രണ്ട് ഡിവൈസ് തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റാസ് എല്ലാം എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ എൻക്രിപ്ഷൻ നടത്തുന്നത്. ഇനി എങ്ങനെയാണ് ഓതൻറ്റിക്കേഷൻ? അപ്പോൾ എയ്ക്ക് BA ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. എയ്ക്ക് BA ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? എ ഒരു റാൻഡം നമ്പറിനെ ജനറേറ്റ് ചെയ്യും. ആ റാൻഡം നമ്പറിനെ ജനറേറ്റ് ചെയ്തിട്ട് അത് എങ്ങോട്ട് സെൻഡ് ചെയ്യും? ബിയിലോട്ട് സെൻഡ് ചെയ്യും. ബി എന്താ ചെയ്യുന്നത്? ബി ഈ പറഞ്ഞ റാൻഡം നമ്പറും അതുകൊണ്ടൊക്കെ തന്നെ KAB എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടിയ ലിങ്ക് കീ, ഈ ലിങ്ക് കീയും ബിയുടെ ബ്ലൂടൂത്ത് ഡിവൈസ് അഡ്രസ്സും കൂടി E1 എന്ന് പറഞ്ഞ ഹാഷിംഗ് അൽഗോരിതത്തിലോട്ട് ഇൻപുട്ട് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. അതിനാണ് ഈ റെസ്പോൺസ് എന്ന് പറഞ്ഞേക്കുന്നത്. ആ റെസ്പോൺസ് എയ്ക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ എ എന്താണ് അവിടെ ചെയ്യുന്നത്? എ അവിടെ ചെയ്യുന്നത് ഈ സെയിം മെത്തേഡ് ഇവിടെ എങ്ങനെയാണോ റെസ്പോൺസ് കണ്ടുപിടിച്ചത് അതുപോലെ ആ സെയിം മെത്തേഡിൽ ഇവിടെ ഒരു റെസ്പോൺസ് കണ്ടുപിടിക്കും. ഈ സെയിം E1 എന്ന് പറഞ്ഞ ഹാഷിംഗ് അൽഗോരിതവും ഈ സെയിം ഇൻപുട്ട്, ഈ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റാൻഡം നമ്പറാണ്. ഈ റാൻഡം നമ്പർ, ഈ KAB, ദെൻ ഇതിൻ്റെ അഡ്രസ്സ് ബ്ലൂടൂത്ത് ഡിവൈസ് അഡ്രസ് ഓഫ് B, ഈ മൂന്ന് കാര്യങ്ങളോട് വെച്ചിട്ട് അവിടെ ഈ എയും കൂടെ ഒരു റെസ്പോൺസ് കണ്ടുപിടിക്കും. അപ്പോൾ ആ റെസ്പോൺസും അവിടെ കാൽക്കുലേറ്റ് ചെയ്ത റെസ്പോൺസും ഇവിടെ നിന്ന് സെൻഡ് ചെയ്ത റെസ്പോൺസും സെയിം ആണെങ്കിൽ ആണ് ഈ BA ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ B ഒരു ഓതൻറ്റിക് ഡിവൈസ് ആണെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഓതൻറ്റിക്കേഷൻ പെർഫോം ചെയ്യുന്നത്. എയ്ക്ക് BA ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. അപ്പോൾ എ ഒരു റാൻഡം നമ്പറെ ജനറേറ്റ് ചെയ്യുന്നു, അത് ഇങ്ങോട്ട് അയക്കുന്നു. ഈ റാൻഡം നമ്പറും KAB എന്ന് പറഞ്ഞ ലിങ്ക് കീയും ബിയുടെ ബ്ലൂടൂത്ത് ഡിവൈസ് അഡ്രസ്സും വെച്ചിട്ട് E1 എന്ന് പറഞ്ഞ ഹാഷിംഗ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഒരു റെസ്പോൺസ് ജനറേറ്റ് ചെയ്യുന്നു. ഈ റെസ്പോൺസിനെ എയ്ക്ക് അയച്ചു കൊടുക്കുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഈ സെയിം മെത്തേഡ് വെച്ചിട്ട് അവിടെ ഒരു റെസ്പോൺസ് കണ്ടുപിടിക്കുന്നു. ഈ സെയിം റാൻഡം നമ്പർ, സെയിം KAB, സെയിം ബ്ലൂടൂത്ത് ഡിവൈസ് അഡ്രസ് ഓഫ് B, ഇത് മൂന്നും വെച്ചിട്ട് റെസ്പോൺസ് ഇവിടെ കണ്ടുപിടിക്കുന്നു. ഈ റെസ്പോൺസും സെയിം ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത റെസ്പോൺസും ഇവിടുന്ന് കിട്ടിയ റെസ്പോൺസും സെയിം ആണെന്നുണ്ടെങ്കിൽ B ഒരു ഓതൻറ്റിക് ഡിവൈസ് ആണെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇങ്ങനെയാണ് ബ്ലൂടൂത്തിൽ എൻക്രിപ്ഷനും ഓതൻറ്റിക്കേഷനും പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫിഗർ നോക്കിയിട്ടാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത്. എൻറ്റിറ്റി ലിങ്ക് ലെവൽ authentication and encryption. Okay, thank you.